നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ ആഗ്രഹമുണ്ടോ? ജോലി തിരക്കാണോ തടസ്സം? വിഷമിക്കേണ്ട, ബാസ് സ്റ്റഡി സെന്റർ നിങ്ങളൊപ്പം ഉണ്ട്. BA, BCom, BBA, BSW പോലുള്ള ഡിഗ്രി കോഴ്സുകൾ നിങ്ങൾക്ക് എവിടെയിരുന്നും എപ്പോൾ വേണമെങ്കിലും പഠിക്കാം. ഇനി പ്രായമാണോ നിങ്ങളുടെ തടസ്സം? അല്ല. ഏത് പ്രായക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ അറിയാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ബാസ് സ്റ്റഡി സെന്റർ കൂടെ. ഹലോ എവ്രിവൺ, എല്ലാവർക്കും ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി PG കോഴ്സുകൾ അല്ലെങ്കിൽ 4 ഇയർ ഡിഗ്രി കോഴ്സുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് ചോദിക്കുന്നൊരു ഡൗട്ടാണ് ഈ ഡിഗ്രി കോഴ്സുകളുടെ കാലാവധി എത്രയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി കോഴ്സുകളുടെ കാലാവധിയെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ. നമ്മൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കേരളത്തിൽ ബിരുദാനന്തര കോഴ്സുകൾ കൊടുക്കുന്ന ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ഡിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ കേരളത്തിൽ പല ഏജ് കാറ്റഗറിയിലുള്ള ഒരുപാട് ആൾക്കാർ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏജ് കാറ്റഗറി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഒരു ഏജ് ഡിഫറൻസിയേഷൻ ഇല്ല. ചിലപ്പോൾ ഏതെങ്കിലും കോഴ്സുകൾ പഠിക്കുന്നവരോ വർക്കിന് പോകുന്നവരോ ഹൗസ് വൈഫോ അങ്ങനെ പല കാറ്റഗറീസിലും പെടുന്ന ഒരുപാട് സ്റ്റുഡൻസ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അറിയേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഡിഗ്രി PG അല്ലെങ്കിൽ 4 ഇയർ ഡിഗ്രി കോഴ്സുകളുടെ മാക്സിമം കാലാവധി എത്രയാണെന്നാണ്. ഇപ്പം നമുക്കറിയാം ഡിഗ്രി കോഴ്സുകൾ എന്ന് പറയുന്നത് 3 ഇയർ ആണ്, PG കോഴ്സ് എന്ന് പറയുന്നത് 2 ഇയർ ആണ്, ഇനി 4 ഇയർ ഡിഗ്രി കോഴ്സുകൾ എന്ന് പറയുന്നത് 4 ഇയർ ആണ്. ഓക്കെ, ചില സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വല്ല വർക്കിന് പോകുന്നവരോ അബ്രോഡൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാലാവധിക്കുള്ളിൽ ചിലപ്പോൾ ഡിഗ്രി കോഴ്സുകളോ PG കോഴ്സുകളോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ സ്റ്റുഡൻസിന് വരുന്ന ഒരു കോമൺ ഡൗട്ടാണ് ഇതിൻ്റെ കാലാവധി എത്രയാണ്, ഇനി നമുക്ക് കുറച്ചും കൂടെ വർഷങ്ങൾ നീണ്ടു കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒരു ഡിസ്റ്റന്റ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾക്കും ഒരു ഡ്യൂറേഷൻ ഉണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഡ്യൂറേഷൻ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആദ്യത്തെ 3 ഇയർ ഡിഗ്രി കോഴ്സുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് 6 വർഷത്തെ വാലിഡിറ്റിയാണ് കിട്ടുന്നത്. ഓക്കെ, ആദ്യത്തെ 3 വർഷവും അതല്ലാണ്ട് ഈ ഒരു 3 വർഷത്തിൽ എന്തെങ്കിലും കാരണവശാൽ സ്റ്റുഡൻസിന് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്തൊരു 3 വർഷം കൂടെ യൂണിവേഴ്സിറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ 6 വർഷത്തിൻ്റെ ഉള്ളിൽ 3 ഇയർ ഡിഗ്രി പ്രോഗ്രാം ഒരു സ്റ്റുഡൻറ്റ് കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ഡിഗ്രി കോഴ്സുകളുടെ കേസിൽ ആദ്യത്തെ 3 വർഷത്തിൽ അവർക്ക് 6 സെമസ്റ്റർ എക്സാംസുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 3 വർഷത്തിൻ്റെ ഉള്ളിൽ ഈ 6 സെമസ്റ്റർ എക്സാമുകളും എഴുതാൻ പറ്റാത്ത കുട്ടികൾക്ക് വീണ്ടും ഒരു 3 വർഷം കൂടെ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ 6 വർഷത്തിൻ്റെ ഉള്ളിൽ അവർ 6 സെമസ്റ്റർ എക്സാമുകളും കംപ്ലീറ്റ് ചെയ്തിട്ട് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്താൽ മതി. ഇനി PG കോഴ്സുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ 2 അക്കാഡമിക് ഇയറിൻ്റെ ഉള്ളിൽ 4 സെമസ്റ്റർ എക്സാമുകളാണ് അവർക്ക് വരുന്നത്. ഈ 2 ഇയറിൻ്റെ ഉള്ളിൽ ആ 4 സെമസ്റ്റർ എക്സാമും എഴുതി PG കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ എക്സ്ട്രാ ഒരു 2 വർഷം കൂടെ യൂണിവേഴ്സിറ്റി കൊടുക്കുന്നുണ്ട്. അതായത് ടോട്ടൽ 4 വർഷത്തിൻ്റെ ഉള്ളിൽ 4 സെമസ്റ്റർ എക്സാമും സ്റ്റുഡൻസ് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ട് PG കോഴ്സ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കംപ്ലീറ്റ് ചെയ്താൽ മതി. ഇനി 4 ഇയർ UGയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 8 സെമസ്റ്റർ എക്സാംസ് ആണ് നമുക്ക് 4 ഇയറിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ ആദ്യത്തെ 4 വർഷത്തിൻ്റെ ഉള്ളിൽ ഈ 8 സെമസ്റ്റർ എക്സാംസും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ യൂണിവേഴ്സിറ്റി അഡീഷണൽ ഒരു 4 ഇയറും കൂടെ നിങ്ങൾക്ക് തരുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 8 ഇയറിൻ്റെ ഉള്ളിൽ നിങ്ങൾ 8 സെമസ്റ്റർ എക്സാംസ് കംപ്ലീറ്റ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ 3 ഇയർ UG ആണെങ്കിലും 2 ഇയർ PG ആണെങ്കിലും ഇനി 4 ഇയർ ഡിഗ്രി കോഴ്സുകളാണെങ്കിലും യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് അഡീഷണൽ
വർഷങ്ങൾ കൂടെ തരുന്നുണ്ട് ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു അഡീഷണൽ ഇയർ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ചൂസ് ചെയ്യേണ്ടവർ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത സ്റ്റുഡൻസ് ആണ് ഈ ഒരു അഡീഷണൽ ഇയർ യൂസ് ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം മറ്റ് സ്റ്റുഡൻസ് ആദ്യത്തെ 3 ഇയറിലോ 2 ഇയറിലോ 4 ഇയറിൻ്റെ ഉള്ളിലായിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഡിഗ്രി കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പല കാറ്റഗറീസിലും പെടുന്ന, അല്ലെങ്കിൽ പല ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ആണ് പഠിക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു ഇയറിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു വാലിഡിറ്റിയുടെ കാര്യത്തിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അവരുടെ കൺഫ്യൂഷൻസ് ആണ് ഏറെക്കുറെ തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമൻറ്റ് സെക്ഷനിൽ കമൻ്റ് ആയിട്ട് അറിയിച്ചാൽ മതി. നമ്മൾ അതിനുള്ള മറുപടി ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എനിവേ, താങ്ക് യു.